ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 രാജാക്കന്മാർ 3:9. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങ് നൽകിയ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ രാജാവ് പൂജാഗിരിയായ ഗിബിയോനിലെ ബലിപീഠത്തിൽ തൻ്റെ 1000 ദഹനബലികൾ അർപ്പിച്ച അന്ന് രാത്രി കർത്താവായ ദൈവം അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. സ്നേഹമുള്ളവരെ, സോളമൻ രാജാവ് മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയ ഈ ജനത്തെ നയിക്കാൻ എനിക്ക് അങ്ങ് ജ്ഞാനമെന്ന ദാനം മാത്രം തന്നാൽ മതിയെന്ന്. നാം സുഭാഷിതം 9:10 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്നും പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവെന്നും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്താളുകൾ മറിച്ചു നോക്കുമ്പോൾ ജ്ഞാനമെന്ന ദാനത്താൽ പൂരിതരായ അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൊന്നാമനാണ് സോളമൻ രാജാവ്. സക്കറിയ, ദാനിയേൽ, ഷറബിയ, ജോബ്, ഊറിൻ്റെ മകൻ ബസാലേൽ, അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. നമുക്കും വേണ്ടത് ഈ ജ്ഞാനമാണ്. ആ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് ജ്ഞാനം മുത്തിനേക്കാൾ മൂല്യമേറിയതാണ്. സുഭാഷിതം 16:22 ജോബ് 28:28 എല്ലാം കർത്താവ് അരുളി ചെയ്യുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ്. നമുക്ക് വേണ്ട ഈ ജ്ഞാനം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നിരന്തരം പ്രാർത്ഥിച്ച് നമുക്ക് ലഭിക്കുമ്പോഴാണ് നാം മറ്റെന്തിനേക്കാളും വിലയേറിയ മുത്തുകളായി മാറുന്നത്. സോളമൻ രാജാവിന് അറിയാമായിരുന്നു, ജ്ഞാനത്തിൻ്റെ കൂടെ ജ്ഞാനമുണ്ടെങ്കിൽ എല്ലാമുണ്ട്. സോളമനെ പോലെ ബുദ്ധിപരമായി ചിന്തിക്കുവാനും ദൈവഭക്തിയിൽ ആഴമായി വിശ്വസിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ജ്ഞാനം ലഭിക്കുമെന്നും അറിയുക. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, സുഭാഷിതങ്ങളിലും ജോബിൻ്റെ പുസ്തകത്തിലും ഏശയ്യ 11:2 കർത്താവേ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അങ്ങ് ഏറെ പ്രതിപാദിക്കുന്നത്. ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ കുറവുള്ളവരും പാപികളും ബലഹീനരും അയോഗ്യരുമാണ് കർത്താവേ. എങ്കിലും അങ്ങയുടെ വചനമയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആമേൻ.